അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ 3 പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തണമെന്നും അതിൻ്റെ പ്രാധാന്യവും നമുക്ക് പഠിപ്പിച്ചു. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ 3 പള്ളികൾ. ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ അവിടുന്ന് മദീനയിലേക്ക് തീർത്ഥാടനം പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ അവിടുത്തെ ഖബർ മദീനയിൽ ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. ചില സഹോദരങ്ങളെങ്കിലും മദീനയിലേക്ക് പോകുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്തേക്കുള്ള യാത്ര എന്ന നിലക്ക് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കണം, റസൂലുള്ളാഹിക്ക് വേണ്ടി നാം സലാം പറയണം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇല്ലാത്ത സന്ദർഭത്തിലും സത്യവിശ്വാസികളായ സ്വഹാബികൾ മദീനയിലേക്ക് പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനപ്രകാരം ആ മദീന പള്ളിയിൽ നമസ്കരിക്കാൻ, അവിടുന്ന് ഖുർആൻ ഓതാൻ, അവിടെ ഇത്തിക്കാഫിരിക്കാൻ, അവിടുന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. കാരണം 1000 ഇരട്ടി കൂലി ഓരോ നമസ്കാരത്തിനും, ഓരോ വക്ത് നമസ്കാരത്തിനും വാഗ്ദാനം ചെയ്യപ്പെട്ടതാണല്ലോ മദീനയിലെ ആരാധനകളുടെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ മദീന സന്ദർശനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നാം തീർക്കണം. ഹജ്ജും മദീന സന്ദർശനവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈ പ്രാവശ്യം കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരിൽ വലിയൊരു വിഭാഗം മദീനത്താണ് ആദ്യമായി എത്തിയത്. ഹജ്ജിനു മുമ്പ് അവർ മദീനയിലെത്തി. ഹജ്ജ് തുടങ്ങും മുമ്പ് അവർ മക്കയിലെത്തി, അവർ തിരിച്ചു പോന്നു. എന്നാൽ 10,000-കണക്കിന് തീർത്ഥാടകർ ഹജ്ജിന് ശേഷമാണ് മദീനയിൽ പോയത്. അപ്പോൾ ഹജ്ജും മദീന സന്ദർശനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഹജ്ജിന്റെ മുഴുവൻ ചടങ്ങുകളും മക്കയിലും ചുറ്റുപാടുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നർത്ഥം. മദീന സന്ദർശനം ഹജ്ജിന്റെ ഭാഗമാണ് എന്ന് കരുതിപ്പോകുന്ന ആ തെറ്റിദ്ധാരണയും നാം തിരുത്തണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മദീനയിൽ പോകുമ്പോൾ ആ മദീന പള്ളിയിൽ കയറി നമസ്കരിക്കുക എന്ന ഒരു വലിയ പുണ്യം നമുക്ക് ലഭിക്കുന്നതോടൊപ്പം മദീന പള്ളിക്കടുത്ത് മഹദിയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുണ്ട്. പ്രവാചകന്മാർ എവിടെ വെച്ചാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബർ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഖബറടക്കപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് നാം മദീനയിൽ പോകുമ്പോൾ സന്ദർശിക്കുകയും അവിടത്തേക്ക് സലാം പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മദീനയിലേക്ക് പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്തേക്കുള്ള യാത്രയാണ് എന്ന് വരുമ്പോൾ, അങ്ങനെ വിശ്വസിക്കുമ്പോൾ അത് ഒരു തെറ്റായ നിലപാടായി മാറും. മക്കയിലേക്ക് പോകുന്നതും മദീനയിലേക്ക് പോകുന്നതും മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നതും വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ്, തീർത്ഥാടനം എന്ന ഉദ്ദേശ്യം. എന്നാൽ മദീനയിൽ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശനവും കൂടി അവിടുത്തെ വഫാത്തിന് ശേഷം പോകുന്നവർക്ക് സാധ്യമാകുന്നു. അവിടത്തേക്ക് സലാം പറയാൻ, ഖബറിന്റെ അടുത്ത് പോയി തന്നെ സലാം പറയാൻ സാധിക്കുകയും ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് പോയി റസൂലുള്ളയോട് പ്രാർത്ഥിക്കാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥരോ അവിടെയുള്ള പണ്ഡിതന്മാരോ സമ്മതിക്കുകയില്ല. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പ്രയാസപ്പെട്ടും ഒളിച്ചും പാർത്തും ആ ഖബറിന്റെ അടുത്ത് വെച്ചും ഖബറിന്റെ ദൂരെ നിന്നും ആ ഖബറിലേക്ക് കൈനീട്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന വേദനാജനകമായ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ ഈ ഹദീസ് എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോന്നിനും റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സ്ഥാനവും അതിൻ്റെ മഹത്വവും നാം മനസ്സിലാക്കണമെന്നും തെറ്റിദ്ധാരണകളിൽ അകപ്പെടാതിരിക്കണമെന്നും നാം ഓരോരുത്തരും അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. ഹാജിമാരിൽ ബഹുഭൂരിപക്ഷവും നാട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള ഒരുക്കം, വലിയൊരു വിഭാഗം മദീനയിൽ കഴിച്ചുകൂട്ടുന്ന സന്ദർഭം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഹജ്ജ് ചെയ്യാൻ സാധിച്ച എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിച്ച്
സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തീർക്കുമാറാകട്ടെ. മക്കയിലും മദീനയിലും സന്ദർശിക്കുവാനും ഇബാദത്തുകൾ ചെയ്യുവാനുമുള്ള തൗഫീഖ് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.